ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഒക്ടോബർ മന്ത് റീഡിംഗ് ആണ്. ഈ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരും, എന്തൊക്കെ ചലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. പിന്നെ കളക്റ്റീവാണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. പിന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് വരുന്നത് എന്ന് നോക്കാം. ടെമ്പറൻസ് ആണ്, എംപ്രസ് വന്നിട്ടുണ്ട്, എംപറർ വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്, വളരെ പോസിറ്റീവാണ്. ജസ്റ്റിസ്, ക്യൂൻ ഓഫ് കപ്സ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, സ്റ്റാർ കാർഡ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ 2023 24 മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ഒരു സമയം ഈ ഒക്ടോബർ മന്തായിരിക്കും. ഈ വർഷത്തെ ഏറ്റവും നല്ല മാസമായിരിക്കും ഇത്. എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും അത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. 2 of Wands ആണ് അപ്പോൾ ബോട്ടം വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്കൊരു ഈ സമയവും നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ്. കാരണം ഇതിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് നിങ്ങളിങ്ങനെ മാടി വിളിക്കുന്നുണ്ട്, നിങ്ങളെ നെഗറ്റീവ് ആക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേ കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇത് നടക്കുമോ, ഇത് ശരിയാണോ, ഇത് ഞാൻ വെയിറ്റ് ചെയ്താൽ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, പക്ഷേ കുറച്ച് ശരിക്കും ഒരു കോൺഫ്ലിക്റ്റും ഉണ്ട് എന്നാണ് കാണുന്നത് ഈ സമയം. പക്ഷേ ഇതിൽ വന്നിട്ടുള്ള ടെമ്പറൻസ് ആണ്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഇതിലൊരു റെയിൻബോ ഉണ്ട്. ശരിക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനുള്ള കുറേ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മന്തിൽ വരും എന്നാണ് കാണുന്നത്. അപ്പം നേരത്തെ നിങ്ങൾ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ഫലമാണ് ഇതെന്നാണ് കാണുന്നത്. ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരെല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും മത്സരിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു സമയം. അപ്പോൾ പിന്നെ വന്നത് എംപ്രസ് ആണ്. അപ്പം നേരത്തെ നിങ്ങൾ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾക്ക് അത് നിങ്ങളിപ്പോൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ എന്താണോ വിതച്ചിരുന്നത് ആ വിതച്ച കാര്യം പഴുത്ത് പാകമായി നിങ്ങളത് കൊയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ടെൻഷനോടെ ഇരുന്ന കാര്യമാണ്. അത് ശരിയാവുമെന്ന് നിങ്ങളൊരു മനസ്സിലൊരു വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും നിങ്ങൾ വിതച്ച കാര്യം നിങ്ങൾ കൊയ്തെടുക്കുന്നൊരു സമയമാണ്. വളരെ ഹാപ്പിയാണെന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നന്മകൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ് കാണുന്നത്. പിന്നെ അടുത്തുന്നത് എംപററാണ്. അപ്പോൾ ഇതിൽ കൂടുതലും മേജർ അർക്കാന കാർഡുകളാണ് വന്നിട്ടുള്ളത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്, എംപ്രസ് വന്നിട്ടുണ്ട്, എംപറർ വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ, സ്റ്റാർ. അപ്പം നമ്മൾ ഈ എടുത്തതിൽ ഈ ഒരു കാർഡ് മാത്രമേ മൈനർ അർക്കാന വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പം പെട്ടെന്ന് വന്നിട്ട് പോകുന്ന ഒരു കാര്യമല്ല ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ റീഡിംഗ് കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിൽക്കാൻ പറ്റും വിശ്വസിക്കുന്നവർക്ക് എന്നാണ് കാണുന്നത്. എംപറർ വന്നിട്ടുണ്ട്, എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ എംപറർ എന്ന് പറയുമ്പം നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് നിങ്ങൾക്ക് എത്തുന്നു. നിങ്ങൾ എവിടെയാണോ ഇരിക്കേണ്ടത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ വെയിറ്റിംഗ് എനർജി മാറിയിട്ടാണ് നിങ്ങൾ ഈ ഒരു എംപറർ എന്ന് പറയുന്ന ആ ഒരു ചെയറിലേക്ക് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രമോഷൻ ഉണ്ടായിരിക്കാം, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളെ ശരിക്കും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അത് വീട്ടിലായാലും നിങ്ങളെ കുറച്ച് ആരും വലിയ മൈൻഡ് ചെയ്യാതെ ഇട്ടിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും മറ്റുള്ളവർ ഒരു മൂല്യം തരാതിരുന്നെങ്കിൽ
നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു വാല്യൂ കിട്ടുന്ന ഒരു സമയമാണ് ഈ മാസം. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ, കാരണം അത് നിങ്ങൾ എന്തോ കാര്യം പാസ്റ്റിൽ ചെയ്തിരുന്നു, അപ്പോൾ മറ്റുള്ളവർ എല്ലാവരും ഇതൊന്നും നടക്കൂല, ഇതൊന്നും നടക്കാൻ പോകണില്ല, ഇതുകൊണ്ട് വലിയ ഫലമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫലം കിട്ടുമ്പോഴാണ് മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നിങ്ങളുടെ എഫേർട്ടിന് ഈ സമയത്ത് ശരിക്കും ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ എംബ്രസും എംബ്രറും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സമതുലനാവസ്ഥ വരുന്നു എന്നുള്ളതാണ്, ഒരു ബാലൻസ് വരുന്നുണ്ട്. ഇത് ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസിന്റെ കാർഡാണ്. അപ്പം പൊതുവേ നമുക്ക് ഇത് പറയാൻ പറ്റുന്നത് ഈ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് എല്ലാ തരത്തിലുള്ളൊരു ബാലൻസാണ്. ആദ്യം തന്നെ കിട്ടിയതും ഒരു ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡ്, അത് ബാലൻസ് ആണ്. അപ്പം അടുത്ത് കിട്ടിയത് എംബറും എംബ്രസും ആണ്. അപ്പം അതും രണ്ടും ഒരു നിങ്ങളുടെ സാഹചര്യത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിലും ഒരു ബാലൻസ് വരുന്നുണ്ടായിരിക്കും, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഈ ഒരാൾ നീതിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് എന്നുള്ളതാണ്. കുറേ കാലം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ചിലപ്പോൾ അത് ശരിയാവുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്താൽ അത് ഫ്ലോപ്പായി പോകുമായിരിക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പിൽ പെട്ടുപോയി, നിങ്ങളത് ശരിക്കും എത്ര എഫേർട്ട് അതിന് എടുത്തിട്ടും നിങ്ങളത് എത്ര ക്ഷമിച്ചിട്ടും എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടും അതും നിങ്ങൾക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളിതൊക്കെ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്ക് നീതി വേണം, കാരണം ഞാൻ ചെയ്ത കാര്യങ്ങൾക്കുള്ള ആ ഒരു എഫേർട്ടിനുള്ള ഫലം എനിക്ക് വേണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കുള്ള ഫലമാണ് ഈ ജസ്റ്റിസ്. നിങ്ങൾക്ക് നീതി വരുന്നു, നിങ്ങൾ ചെയ്ത കാര്യം അത് ഒരു ജഡ്ജ്മെൻറ്റ് ഈ സമയത്ത് വരുന്നു. ജഡ്ജ്മെൻറ്റ് എന്നിട്ട് അതിൻ്റെ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ശരിക്കും വളരെ കാം ആൻഡ് കൂളായിട്ട് ഇരിക്കാൻ പറ്റും നിങ്ങൾക്ക്. കാരണം നമുക്ക് നീതി കിട്ടിക്കഴിയുമ്പോൾ, ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്ക് ഡിസർവിങ് ആയിട്ടുള്ള കാര്യം എനിക്ക് തിരിച്ച് കിട്ടുന്ന സമയത്താണ് നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ വരുന്നത്. നമ്മൾ എന്ത് കാര്യത്തിനാണോ എഫേർട്ട് ഇട്ടത് ആ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അനുകൂലമായുള്ള ഒരു വിധി വരുന്നൊരു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷണലി നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് കുറേ സന്തോഷങ്ങൾ കാണുമ്പോൾ നമ്മളത് മതിമറന്നു പോകരുത് എന്നുള്ളൊരു അഡ്വൈസും കൂടെ ഉണ്ട് അതിനകത്ത്. നിങ്ങൾ വളരെ സ്റ്റേബിളായിരിക്കണം. ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ്. നമ്മൾ എത്രമാത്രം നമ്മളെ ദൈവം ഉയർത്തുന്നു അത്രമാത്രം നമ്മൾ ഒരു പൊളൈറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അഹങ്കാരം വരാൻ പാടില്ല. അപ്പോൾ പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. ഇപ്പം ഒരുപാട് നെഗറ്റീവ് ഫോഴ്സസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ചക്രം നിങ്ങളാണ് കറക്കിയത് എന്നുള്ളതാണ്. ഈ വീൽ ഓഫ് ഫോർച്യൂൺ അതാണ് പറയുന്നത്. കാലചക്രം കറങ്ങുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളിലേക്കാണ് അത് വരുന്നത്. നിങ്ങൾ കാത്തിരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരിക്കും, എനിക്ക് മാത്രം എന്താണ് സമയം മാറാത്തത്, എനിക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്. ചില ആൾക്കാർക്ക് ജനിച്ച സമയം മുതൽ അല്ലെങ്കിൽ അറിവായ സമയം മുതൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിരിക്കാം, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നം വരുന്നത്. ആ ഒരു പ്രശ്നത്തിൻ്റെ ഉത്തരമാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾക്ക് അനുകൂലമായ സമയം ഇതാ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സ്റ്റാറാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ പാസ്റ്റിലുള്ള ആ എല്ലാ വോണ്ടും ഹീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ എന്താണോ അനുഭവിച്ചത്, എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണോ നിങ്ങൾ കടന്നുപോയത്, ആ ഓർമ്മകളൊക്കെയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇതൊരു ഹീലിങ്ങിൻ്റെ സമയം കൂടിയാണ്. നിങ്ങൾക്ക് കുറേയധികം നന്മകൾ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക, മാപ്പ് കൊടുക്കുക, നമ്മൾ ബാലൻസിലായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ മനുഷ്യരാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ലൈഫിൽ വീണ്ടും വരാം. പക്ഷേ ആ സമയവും നമ്മളതൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളൊരു ഗൈഡൻസും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ
നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യം അത് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. അത് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വീട് വയ്ക്കാൻ നടക്കുന്നുണ്ട്, ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില ആൾക്കാർ നേരത്തെ എക്സാം എഴുതി കാത്തിരുന്ന OET പോലെയുള്ള എക്സാംസ് ഒക്കെ എഴുതി കാത്തിരുന്ന ആൾക്കാർക്ക് അത് കിട്ടുന്നുണ്ട്. അത് വളരെ പെട്ടെന്നത് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നു. അപ്പോൾ ഇതിലും ഒരു റെയിൻബോ ഉണ്ട്, ഇതിലും ഒരു റെയിൻബോ ഉണ്ട്. അപ്പോൾ റെയിൻബോ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് റെയിൻബോ. അത് നമുക്ക് എത്ര പ്രായമായാലും ഒരു റെയിൻബോ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് നമ്മളുടെ മനസ്സിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. എന്നാലും എനിക്കിങ്ങനെ നിങ്ങൾ ഇത്രയും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല, ഇത്രയും കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് നടക്കാൻ പറ്റും എന്ന്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നടക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കില്ല. അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒക്ടോബർ മന്തിൽ കിട്ടുന്നത് എന്നാണ് കാണുന്നത്. പിന്നെ സൺ കാർഡ് വന്നിട്ടുണ്ട്, ഹെർമിറ്റ് വന്നിട്ടുണ്ട്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിസാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതെന്ന് ഇതിലൂടെ ഒന്ന് ക്ലാരിറ്റി എടുക്കാം. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. എന്തോ ഒരു കാര്യം, എന്തോ ഒരു വാർത്ത കേൾക്കാൻ നിങ്ങൾ കാത്തിരുന്നു എന്നാണ് കാണുന്നത്. പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു പുതിയ തുടക്കം വേണമെന്ന്, അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്കൊരു നീതി കിട്ടണം എന്നുള്ളൊരു വാർത്തയായിരിക്കാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത്. അതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നാണ് ബോട്ടം പറയുന്നത്. പിന്നെ ഇതിൽ മൂൺ കാർഡും സൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ സണ്ണും മൂണും വരുമ്പോൾ അതൊരു ബാലൻസാണ്. അപ്പോൾ രണ്ടും ഇപ്പോൾ ഇരുട്ടും വെളിച്ചമാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു ഇരുട്ട് മാറി നിങ്ങളിലേക്ക് വെളിച്ചം വരുന്നൊരു സമയമാണെന്ന് നമുക്ക് കാണാം. പിന്നെ ഇതിൽ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിക് എബിലിറ്റിയാണ്. നിങ്ങൾ വളരെ ശരിക്കും ഒരു ഇൻഡ്യൂഷനുള്ള സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു സൈക്കിക് എബിലിറ്റി കൂടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ സ്പിരിച്വലി ഒരു ലെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ പ്രപഞ്ചവുമായിട്ട് വളരെയധികം ഒരു അടുപ്പം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കൃത്യമായിട്ട് ചെയ്യണം എന്ന ഒരു ഗൈഡൻസ് ഇതിനകത്തുണ്ട്. നിങ്ങളത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബാലൻസ്, ആൾറെഡി ബാലൻസാണ് വരുന്നത് ഈ ഒരു മാസം. പക്ഷേ ഇതിൽ ടെമ്പറൻസും എംബറസും വന്നിട്ടുണ്ട്. ഇതെല്ലാം ബാലൻസാണ്. സണ്ണും മൂണും വന്നിട്ടുണ്ട്, അത് ബാലൻസാണ്. പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ലവേഴ്സിൽ ഒരു കൃഷ്ണനും രാധയുമാണുള്ളത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഡിവൈൻ ഫെമിനൈൻ മസ്കുലൈൻ എനർജി അത് രണ്ടും ബാലൻസ് ആകുന്നു, ഒന്നാകുന്നു എന്നുള്ളതാണ്. ഒരു മെർജിങ് സംഭവിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ലവേഴ്സ് പറയുന്നത് നിങ്ങൾ കാത്തിരുന്നത് ചിലപ്പം ഒരു പ്രണയമാണ് എങ്കിൽ, ഇത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളൊരു പ്രണയത്തെയാണ് നിങ്ങൾ കാത്തിരുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ആയി പോയതായിരിക്കാം. ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരുന്നതെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് നീതി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പ് അതിനൊരു എൻഡാകുന്നു. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മതിയായിരിക്കാം ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം മതിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുമിച്ച് ജീവിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിഞ്ഞാൽ മാത്രം മതിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഈ മാസം അത് അറിയുമായിരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ കാത്തിരിപ്പിന് ഫലമുണ്ടായി, ഞാൻ ഇത്രയും കാലം സിൻസിയർ ആയിരുന്നതിന് ഫലമുണ്ടായി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. പിന്നെ പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കൂളായിട്ടിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് വരുമെന്നാണ് കാണുന്നത്. എന്ത് സന്തോഷങ്ങൾ വന്നാലും നമ്മൾ മനസ്സിനെ ഒരുപാട്
ശരിക്കും ഇതിലൊരു അഹന്തയോ അങ്ങനെ അമിതമായ ഒരു കാര്യമോ നിങ്ങൾക്ക് വരരുത്. മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സൺ ഗാഡ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഈ ഒരു സൺ നിങ്ങൾക്ക് കിട്ടിയതെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രകാശം നിങ്ങൾ എന്നേക്കും നിങ്ങൾ സ്റ്റോർ ചെയ്യണം, നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഇതിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾ ഈ ഒരു സന്തോഷം കുറച്ച് കഴിയുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നെഗറ്റീവായിട്ട് വരുമ്പോൾ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ അതെല്ലാം വിട്ടുകളഞ്ഞ് വീണ്ടും അതിൻ്റെ പുറകെ പോകരുത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, സന്തോഷവും സങ്കടവും എല്ലാം ജീവിതത്തിലുള്ളതാണ്, ഇതെല്ലാം വരും എന്നൊരു ബാലൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നു എന്നുള്ളതാണ്. മൂൺ കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സൈക്കിക് എബിലിറ്റിയെ തന്നെയാണ് പറയുന്നത്. നിങ്ങളിലേക്ക് കുറേ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് ചിന്തകൾ കൊണ്ട് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അതിൽ ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ കണ്ടില്ലേ കുറേ ഈ ആടിനും ഇത് ഒരു നായ്ക്കുട്ടിയാണ്, ഇതിന് കുറേ തലകളുണ്ട്. ഈ ഒരു വ്യക്തിക്കും അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി എന്നുള്ളതാണ് അത് പറയുന്നത്. അപ്പം മൂൺ കാർഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് തീരാനുള്ള സമയമായി. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തതായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഏറ്റവും മോശമായ മുഖം നിങ്ങൾ കാണുന്നതായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ നല്ലതാണ് എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു വ്യക്തികളുടെ ഏറ്റവും മോശമായ മുഖം നിങ്ങൾക്ക് തിരിച്ചറിയാനും പറ്റുന്നുണ്ടായിരിക്കാം. ഹെർമിറ്റാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം റിപ്പീറ്റേഷനാണ് കേട്ടോ. എല്ലാം ഈ റീഡിങ്സിൽ ഫുള്ള് റിപ്പീറ്റേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹെർമിറ്റ് പറയുന്നത് നിങ്ങൾക്ക് വിളക്കാകാൻ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ആളാണ്. പല ആൾക്കാരും ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ, റേക്കി ഹീലിംഗ്, പ്രാണി ഹീലിംഗ് പോലെയുള്ള എനർജി ഹീലിങ്സ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പലപ്പോഴും സെൽഫ് ഹീലിംഗ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ടായിരിക്കാം. അതൊരു തിരിച്ചറിവായിട്ട് എടുക്കാനായിരിക്കാം പറയുന്നത്. നിങ്ങളെ ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന സമയം തന്നെ നിങ്ങളും ഹീൽ ചെയ്യണം, ഒരു സെൽഫ് ഹീലിംഗ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആ ഒരു വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ, നിങ്ങളുടെ ഉള്ളിലുള്ളൊരു വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ, നിങ്ങൾ അങ്ങനെ കെടാതെ സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. മുന്നിലുള്ള വഴിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ആ വെളിച്ചം നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെന്നും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് ഇപ്പം ക്ലാരിറ്റിയോടെ കിട്ടുന്നുണ്ട്. അതിനുള്ള ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നു എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ശത്രുക്കളെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്ന ആൾക്കാരോ ആര് തന്നെ ആയാലും അവരെയൊക്കെ തീർത്തും അവഗണിച്ച് ജയിച്ച് മുന്നേറുന്ന ഒരു ആളിൻ്റെ ഒരു ഇതാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജയമുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഭയപ്പെടുന്നുണ്ടായിരിക്കാം. മറ്റുള്ളവരാണ്, അവർക്ക് വളരെ ശക്തിയുണ്ട്, എനിക്ക് അവരോട് മത്സരിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറി നിന്നിട്ടുണ്ടായിരിക്കാം പല സമയങ്ങളിലും. പക്ഷേ ഈ സമയം നിങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊരു ഡിവൈൻ ബ്ലെസ്സിങ് ഉള്ളൊരു കോഴ്സാണ്. അപ്പോൾ ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ജയിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് ഇതിൽ കാണുന്നത്.
നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യം. നിങ്ങൾ ശരിക്കും നേരത്തെ വലിയ പ്ലാനിങ് ഇല്ലാതെയാണ് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യത്തിൻ്റെയും വരും വരായികളൊക്കെ മനസ്സിലാക്കി അത് ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം. പഠിച്ചപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ഇതിലൊരു യൂണിയൻ ഉണ്ട്, ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഈ യൂണിയനിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പാസ്റ്റിൽ ഈ വ്യക്തി എന്തുകൊണ്ടാണ് എന്നെ വിട്ടിട്ട് പോയത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മളുടെ ഇടയിൽ ഉണ്ടായത്, അത് ആരൊക്കെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളെ തമ്മിൽ തെറ്റിച്ച് കളഞ്ഞത്. അപ്പം നിങ്ങൾ ഈ ഒരു യൂണിയൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇനി ഫ്രണ്ട്സിൻ്റെ ആവശ്യം എനിക്കില്ല. ചിലപ്പോൾ ചെറിയ ഇഷ്യൂവിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് കുറേ ഫ്രണ്ട്സ് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ബ്രേക്കപ്പ് ആയി പോയവരാണെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനം എടുക്കുന്നുണ്ട് എനിക്കിനി ഫ്രണ്ട്സിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് അതുപോലെ ഏത് കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് മാത്രം നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ, നിങ്ങളുടെ എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഒരു കാര്യം പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളിത് ആലോചിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിത് ആലോചിക്കേണ്ട സമയമാണ്, എന്നിട്ട് വേണം ഒരു യൂണിയൻ ഉണ്ടാകാൻ എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. സ്ട്രെങ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇതിൽ കണ്ടില്ലേ ഒരു സിംഹത്തിനെ മെരിക്കാൻ പറ്റുന്ന ഒരു ആളാണ് ഇതിനകത്തുള്ളത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള സിംഹം എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് മെരുക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. കാട്ടിലെ രാജാവാണ് സിംഹം. അപ്പം നമ്മളുടെ ഇമോഷൻസും തോട്ട്സും നമുക്ക് നമ്മളെ വേറെ ഏതെങ്കിലും വഴികളിലൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഒന്ന് മെരുക്കിയെടുക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. നിങ്ങളെ നിയന്ത്രിക്കാൻ, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നൊരു ഒരു സമയമാണത് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുക. അതിനാണ് ഹെർമിറ്റ് വീണ്ടും വീണ്ടും വന്നിട്ടുള്ളത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് ജയവും ഉണ്ടാകും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നുണ്ടായിരിക്കാം ഈ മാസം. 10 of Cups ആണ്, അതും യൂണിയനാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു സമയമാണ്. നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ വെയിറ്റ് ചെയ്തത്, നിങ്ങൾ ഒരുപാട് വേദനിച്ചത്, ആ കാര്യം നിങ്ങൾ അങ്ങോട്ട് ഓടിയ കുറേ കാര്യങ്ങൾ തിരക്കി നിങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും അകന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ അന്ന് അന്വേഷിച്ച ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളെ എന്നെ ഒന്ന് സ്വീകരിക്കൂ എന്ന് പറയുന്നൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾ നിങ്ങൾ അങ്ങോട്ട് എത്ര പോയിട്ടും ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് എനിക്കൊന്ന് ഒരു ചാൻസ് തരുമോ എന്ന് നിങ്ങളോട് ചോദിക്കും. പിന്നെ അതുപോലെ അവസരങ്ങൾ, നിങ്ങൾക്ക് ഇപ്പോൾ ജോലിക്കുള്ള അവസരങ്ങളായാലും എന്ത് തന്നെ ആയാലും കുറേ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് ചിലപ്പോൾ ആരെങ്കിലും വിളിച്ച് നിങ്ങളോട് പറയും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, നിങ്ങൾ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങോട്ട് വന്ന് പറയുന്നൊരു സമയമാണ് ഈ ഒരു മാസം. 10 of Cups ആണ്. വളരെ ബ്ലെസ്സിങ്ങോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് ഈ ഒരു മാസം. അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തെ ഒരു എനർജി നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത്. ഇതിൽ 8 of Cups ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പ് നിങ്ങൾ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷേ നിങ്ങൾക്ക് മുന്നേറണമെങ്കിൽ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകണം. അതാണ് ഇതിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.
താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.